ഹേ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ എന്താ ചായപാത്രം ഒന്ന് കാണിക്കാണ്ട് ഇത് കാണിക്കുന്നതെന്നല്ലേ? ഒന്നുമില്ല, രാവിലെ മദ്രസയിലോട്ട് പോകുന്നത് കാണിച്ചത് കേട്ടോ. അപ്പോൾ രാവിലത്തെ മഞ്ഞ്, ഭയങ്കര മഞ്ഞാണ്. ഞാൻ ജിമ്മിന് പോണ വഴിയാട്ടോ. ഭയങ്കര തണുപ്പും എന്താ പറയുക, പാടായതുകൊണ്ട് പ്രത്യേകിച്ച് ഭയങ്കര രസമാട്ടോ. എന്തായാലും ഞാൻ രാവിലെ നീറ്റ് ചായൻ്റെ പരിപാടി ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത്. ചായ വെച്ചു. അപ്പോൾ രാവിലെ പത്തിരിക്ക് കറി ഇല്ലാത്തതുകൊണ്ട് 2 അയിലെടുത്തുകൊണ്ട് മുളകിടാമെന്ന് വിചാരിച്ചു. ഇന്നലെ കുഴച്ച പത്തിരിൻ്റെ പൊടി അതുകൊണ്ട് കുഞ്ഞ് പത്തിരി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കറിയൊക്കെ കലക്കി അടുപ്പത്തോട്ട് വെച്ച് ശേഷമാണ് ഞാൻ മീൻ മുറിക്കാൻ നിന്നത്. 2 അയിലല്ലേ, പെട്ടെന്ന് മുറിച്ച് കഴിയും. അങ്ങനെ ഇതാ തിളച്ചൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളിതാ മീനൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അതവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റായി വരണം. അതിന് ശേഷം നമുക്ക് തൂമിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനാണ് പത്തിരി ഞാൻ പുറത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിന് ശേഷം ഓയിലൊക്കെ ആക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളെ പത്തിരിൻ്റെ പൊടി ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റിസ്ക് എടുത്ത് കുത്തി ചവിട്ടി പരത്തി എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഷേപ്പിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള നല്ല ഭംഗിയിൽ വട്ടത്തിൽ വരും കേട്ടോ, കുഴച്ച പാടുള്ള പൊടി ആയതുകൊണ്ടിട്ട്. അങ്ങനെ നമ്മൾ മീൻ കറിയൊക്കെ സെറ്റായി. അതിനെ കൂടെ തന്നെ പത്തിരിയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. 3 പത്തിരി മാത്രമേ ഞാൻ ചുടുന്നുള്ളൂ. ഇക്കാക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മോനോട് വരുമ്പോൾ ഞാനൊരു 3 പൊറോട്ട വാങ്ങിക്കാൻ പറഞ്ഞിരിക്കണേ. ഒരു മദ്രസ ഇട്ട് വരുമ്പം വന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓരെത്തിയതിന് ശേഷമാവും ചിലപ്പോൾ എത്തുക. അപ്പോൾ അതുകൊണ്ടാണ് പൊറോട്ട വാങ്ങിക്കാൻ പറഞ്ഞത്. അവർക്ക് 2 മതിയല്ലോ. അപ്പോൾ മോൾ ഒന്നെണ്ണം മുഴുവൻ തിന്നൂല, എന്നാലും മാക്സിമം 2. അപ്പം അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതുകൊണ്ട് കുഴപ്പമില്ല. നേരെ എത്തിയിട്ട് ലേറ്റ് ആയാലും ഓരോ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ കേട്ടോ. എന്നും ഞാൻ പത്തിരൊക്കെ ചുട്ടിട്ടായിട്ട് പോകല്. പക്ഷെ ഇന്ന് ഇത്തിരി ഞാൻ അലാറം അടിഞ്ഞപ്പോൾ ലക്ഷ്യം കിടന്നുറങ്ങിപ്പോയി. എന്തായാലും പോയി 9:50 പോയിട്ടോ തിരിച്ച് വരുമ്പം. അപ്പോൾ എന്തായാലും കാക്ക 11 മണിക്ക് എന്തായാലും വരും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ചോറും കറിയൊക്കെ ആയിപ്പോണം. അതിനിടെ കൂടെ കുട്ടികൾ ചായ കുടിച്ചിട്ടോ. ഞാൻ വരുന്നതിൻ്റെ മുന്നേ എത്തിയോണ്ട് ഒരു ചായ കുടിച്ചു. ഞാൻ പിന്നെ വന്നതിന് ശേഷം ഞാനും 2 പത്തിരി ചുട്ട് ഞാനും കുടിച്ച്. ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ച് അതിൻ്റെ കൂടെ തന്നെ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് തിളച്ചാൽ സിമ്മാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പച്ചക്കറിയും ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പച്ചക്കറി തിളപ്പിക്കാൻ വെച്ച സമയത്ത് ഞാനിത് ബീട്രൂട്ട് ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ പച്ചക്കറി തിളച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ ഇന്നലെ ഏട്ടക്കറി വെച്ചിനല്ലോ, അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മീനൊക്കെ ഏകദേശം തീരാനായിട്ടാണ്. മീൻ നല്ല കാമ്പുള്ളതായതുകൊണ്ട് പെട്ടെന്ന് കുട്ടികളെടുത്ത് കഴിക്കും. അങ്ങനെ ഇതാ ബീട്രൂട്ട് ഉപ്പേരും അടുപ്പിലോട്ട് വെച്ച് ഇനി അതൊന്ന് അവിടെ സിമ്മിലിട്ട് അത് വെന്ത് കിട്ടിക്കോളും. അല്ല വേവൊന്നുമില്ലല്ലോ, ഏകദേശം കടിക്കണം. ഉപ്പേരി ഒന്നായിട്ട് വെന്ത് കഴിഞ്ഞ് പോയിട്ടല്ലോ. അങ്ങനെ എന്താ ചോറ് വാർത്ത് ഉപ്പേരിയും വെന്ത് അതിൻ്റെ കൂടെ തന്നെ 3 മീനും ഉള്ളതിനൊന്ന് മീനുണ്ടേനു. പക്ഷേ ഇത് മതിയല്ലോ, ഇന്നലത്തെ ഒരു മീൻ ബാക്കിയുണ്ടല്ലോ, അപ്പം മീൻ മതിയല്ലോ. അപ്പം അതും പൊരിച്ച് അങ്ങനെ ഇതാ രാവിലെ വെച്ച അയിലക്കറി, നമ്മളെ ചോറ്, ഏട്ടക്കറി, പച്ചക്കറി, ഉപ്പേരി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ കറി വെച്ചുകൊണ്ടൊന്ന് പ്രത്യേകിച്ച് പണിയെന്ന് പറഞ്ഞാൽ ചോറുണ്ടാക്കലും ഉപ്പേരുണ്ടാക്കലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള പണികളൊന്നും ഇല്ലേനോ. എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാക്ക വരുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അടച്ച് വെച്ച് സൈഡിലോട്ട് മാറ്റിയവിടെ വെച്ച് ഇപ്പോൾ ഇക്കാക്ക വരുമ്പോൾ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള പണികൾ എടുക്കും ചെയ്യാം. ക്ലീനിങ്, അടുക്കളത്തെ ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ പകുതി പണി കുറഞ്ഞ പോലെയല്ല. അപ്പോൾ ഇതാ 10:33 ആയപ്പോൾ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ആയി. നമ്മളിതാ എന്താ പറയുക, പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതാ കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് മോൻ്റെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നു കേട്ടോ. അപ്പം പിന്നെ ഓരെ കൂടെ അങ്ങ് കളിച്ചോളൂ. അകത്ത് നിന്നാൽ ഇങ്ങനെ വെറുപ്പിച്ചും കൊണ്ട് നിൽക്കും. അതുകൊണ്ടിട്ട് അങ്ങനെ ഇക്കൊക്കെ ചോറ് കഴിച്ച് പോയിട്ടോ. അങ്ങനെ ഇതാ മക്കൾക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളി നനയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊക്കെ ചോറ് എടുത്തതാണ്. അപ്പോഴാണ് ഗായ്സ് ഞാൻ ഒരു കാര്യം മറന്നത്. എൻ്റെ ചോറ് ഞാൻ തിളപ്പിച്ച് കൂട്ടിയിട്ടില്ല. എന്തായാലും വേണ്ടില്ല, 2 കൽപ്പിച്ച് മക്കൾക്ക് ചോറ് വാരി കൊടുത്തിട്ടോ. ഈ അടിപൊളി മോര്, കുട്ടൻ കട്ടിമോര്, നല്ല ടേസ്റ്റുള്ള മോരാട്ടോ. ഫറൂഖ് കോളേജ് ഏരിയയിലുള്ളവർക്കൊക്കെ കിട്ടാൻ മതിയാവും. ഒന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കണ്ടേ, അടിപൊളിയാണ് സംഗതി, സൂപ്പറാട്ടോ. സംഗതി സാദാ ചോറ് തിന്നണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡയറ്റിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ചോറെടുത്ത് പുറത്ത് വെച്ച് തിളപ്പിച്ച് ഊറ്റി ഇതാ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.